നമസ്കാരം, എല്ലാവർക്കും മാക്സിമത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? നമുക്ക് ഓരോ നാച്ചുറൽ നമ്പേഴ്സായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നാച്ചുറൽ നമ്പറാണ് 1 ഡിവൈഡഡ് ബൈ 3. നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കേസിൽ ഏതാണോ ആ നമ്പർ അത് തന്നെയാണ് റിമൈൻഡർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഇത് നമ്മുടെ കാറ്റഗറിയിൽ പെടും അല്ലേ? അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ 1. ഇനി 2 ഡിവൈഡഡ് ബൈ 3യും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കേസിലും ഏത് തന്നെയാണ് റിമൈൻഡർ വരിക? 2 തന്നെയാണ് റിമൈൻഡർ വരിക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീക്വൻസിൽ അത് പറ്റില്ല, കാരണം 1 റിമൈൻഡർ വരുന്ന സീക്വൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 2 ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെ 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അവിടെ റിമൈൻഡർ വരുന്നില്ല. നെക്സ്റ്റ് നമ്പറാണ് 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 4ൽ എത്ര 3 ഉണ്ട്? 1 3s are 3. ദാറ്റ് ഈസ് റിമൈൻഡർ എന്താ വരുന്നത്? 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത് കൊണ്ട് 4 എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ സീക്വൻസിൽ വരും. നെക്സ്റ്റ് 5 ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. പിന്നെ 6 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അവിടെ റിമൈൻഡർ വരുന്നില്ല. നെക്സ്റ്റ് നമ്പറാണ് 7 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 7ൽ എത്ര 3 പോവും? 2 3s are 6, റിമൈൻഡർ ഇസ് 1. അപ്പോൾ 7 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ വരും. ഇവിടെ നോക്കുമ്പോൾ ഒരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? 1 + 3 ആണ് 4 + 3 ആണ് 7. അപ്പോൾ ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് നെക്സ്റ്റ് നമ്പർ എഴുതാൻ പറ്റും. 7 + 3 ദാറ്റ് ഇസ് 10. നെക്സ്റ്റ് 10 + 3 13 എക്സെട്ര. അങ്ങനെ ഈ സീക്വൻസിൽ ഇനി 3 ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സിനൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതി. നമുക്ക് നെക്സ്റ്റ് എഴുതാനുള്ളത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ മുമ്പ് സീക്വൻസ് എഴുതിയപ്പോൾ തന്നെ നമുക്ക് ഈ സീക്വൻസ് ഏകദേശം എങ്ങനെ വരുമെന്ന് മനസ്സിലായി അല്ലേ? 1നെ എടുക്കണ്ട, 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 തന്നെയാണ് വരുന്നത്. നമുക്ക് ഏത് നമ്പർ എടുത്താൽ മതി? 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കേസിൽ ആ നമ്പർ തന്നെയായിരിക്കും റിമൈൻഡർ. അപ്പോൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 തന്നെയാണ് റിമൈൻഡർ. അപ്പോൾ 2 ആണ് നമ്മുടെ സീക്വൻസിലെ ഫസ്റ്റ് എലമെൻറ്റ്. നെക്സ്റ്റ് 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 4 മറ്റ് സീക്വൻസിൽ വന്നതുകൊണ്ട് എന്തായാലും ഇവിടെ വരില്ല. 5 ചെക്ക് ചെയ്യാം. 5ൽ എത്ര 3 പോവും? 1 3s are 3, റിമൈൻഡർ ഇസ് 2. എന്താ റിമൈൻഡർ വരുന്നത്? 2 ആണ് വരുന്നത്. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 റിമൈൻഡർ വന്നതുകൊണ്ട് ഇവിടുത്തെ നെക്സ്റ്റ് എലമെൻറ്റ് 5 ആയിരിക്കും. അപ്പോൾ ഇവിടെയും നോക്കി നോക്കൂ, 3 ആഡ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഈ സീക്വൻസിലെ നെക്സ്റ്റ് എലമെൻറ്റ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് 5ലേക്ക് 3 ആഡ് ചെയ്താൽ മതി. 5 + 3 is 8 + 3 is 11 + 3 is 14 എക്സെട്ര. അങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ഇനിയുള്ള എലമെൻറ്റ്സിനോട് 3 ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ.